ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാഗിണി ദേഷ്യപ്പെട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഇങ്ങനെ വിയർത്ത് കുളിച്ച് നിൽക്കുമായിരുന്നു. നിവിന്റെ കോളറിന് കയറി പിടിച്ചു കൊടുത്തതിന് രാഗിണി അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എടാ നീ എന്നെ വിവാഹം കഴിക്കില്ലേ? എനിക്ക് ഇത്രയും പ്രതീക്ഷ തന്നിട്ട് നീ ഇപ്പൊ പിന്മാറാൻ നോക്കുവാണോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. രാഗിണിയുടെ വിറക്കുന്ന കൈകൾ നിവിന്റെ ഷർട്ടിന്റെ കോളറിനങ്ങ് മുറുകെ പിടിച്ചു. ചുറ്റും കൂടി നിന്നവരെ ഞെട്ടലോടെ ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും നിവിന്റെ കൈയങ്ങ് തട്ടിമാറ്റി പരവേശത്തോട് കൂടത്തിന്റെ രാജേശ്വരിയും സത്യനാഥനും അങ്ങോട്ടേക്ക് ഓടിയെത്തി. എടാ എൻ്റെ മോനെ തൊടാൻ നീ നിൽക്കരുതടി എന്ന് പറഞ്ഞ രാജേശ്വരി രാഗിണി പിടിച്ചു മാറ്റാൻ നോക്കി. അതുകൊണ്ട് അവിടുത്തെ ബഹളം കണ്ടുകൊണ്ടതിന് ജയപാലൻ വേഗം അങ്ങോട്ടേക്ക് നടന്നു. മകളുടെ മുഖത്തെ ഭാവമാറ്റവും നിവിൻ്റെ വെറുപ്പും കണ്ട് അയാൾ ചോദിച്ചു, എന്താ മോളെ നീ എന്താ ഈ കാണിക്കുന്നത്? എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്? അച്ഛാ, ഇവനില്ലാതെ ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. ഇവനോട് ഇപ്പോഴേ മണ്ഡപത്തിൽ കയറിയിരിക്കാൻ പറ. ഇത്രയും സമയം ഞാൻ ഇവിടെ ഒരുങ്ങിക്കിട്ടിയിരിക്കുമല്ലേ? ഇവനില്ലാതെ വേറൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. രാഗിണി ഉറച്ച സ്വരത്തിൽ തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും നിവിൻ അടങ്ങാനാവാത്ത ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തോടെ രാഗിണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എപ്പോഴാണ് നിനക്ക് പ്രതീക്ഷ തന്നത്? ഞാൻ നിന്നോട് പലവട്ടം വ്യക്തമായി പറഞ്ഞതല്ലേ എനിക്ക് ഈ ബന്ധത്തിന് ഒട്ടും തന്നെ സമ്മതമില്ല എന്ന്. എനിക്ക് നിന്നെ വേണ്ടടി. നിന്നെപ്പോലെ ഇത്രയും അഹങ്കാരമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ വേഗം ഞാൻ ഈ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കുന്നതാ. നിന്റെ അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെയാണ് നിനക്കും. തലക്ക് അഹങ്കാരം പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണ്. ഒരിക്കലും നീ എന്നെ അനുസരിച്ച് ഒതുങ്ങി നിൽക്കാനോ എൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ഒത്തുപോകാനോ തയ്യാറല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, എന്നെ നിന്റെ വരുതിയിലാക്കാനല്ലേ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. നിവിൻ അതും പറഞ്ഞ് രാഗിണിയെ വീണ്ടും അവൻ ഇങ്ങനെ കൊളർന്നു പിടിച്ചു. നീ എന്താടാ പറഞ്ഞത്? ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചേ. അത് കണ്ട് രാജേശ്വരി മുന്നോട്ട് വന്നു രാഗിണിയുടെ കൈ അങ്ങനെ ശക്തമായി തട്ടിമാറ്റി. എൻ്റെ മോനെ കൈവെക്കാൻ നീ ആരാടി? ഞാനും കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടതാ നീയും എൻ്റെ മോനും തമ്മിലുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ. പക്ഷേ ഇനി അതൊന്നും ഒരിക്കലും നടക്കില്ല. എനിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി. നീ എൻ്റെ സഹോദരൻ്റെ മോളെന്നാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിന്നെ പോലെ ഒരാൾക്ക് ഈ വീട്ടിലേക്ക് കയറി വന്ന ആ കുടുംബം അങ്ങ് കുട്ടിച്ചോറാവും. ഒരിക്കലും ഞാൻ ഈ ബന്ധത്തിന് ഇനി സമ്മതം മൂളില്ല. സത്യനാഥനും ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. നാട്ടുകാരെ കൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയിപ്പിച്ചിട്ട് ഇവിടെ വന്നുണ്ടായ നാണക്കേട് ചെറുതൊന്നുമല്ല. നിന്റെ അച്ഛൻ കാണിച്ചു കൂട്ടിയ ക്രൂരത ശാപമൊന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടാനേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവൻ നന്നായി ജീവിക്കണമെന്നാണ് ഞങ്ങൾ വെച്ചത്. നിന്റെ കഴുത്തിൽ അവൻ താലി ചാർത്തിയിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം തകർന്നു പോവും. അതിനൊരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ലടി. നിന്റെ അച്ഛൻ എൻ്റെ മോനെ മണ്ഡപത്തിൽ ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ച് ആളാക്കാനല്ലേ നോക്കിയത്? അതൊന്നും നടക്കില്ല. ഈ ജന്മത്തിൽ അത് ഞങ്ങൾ സമ്മതിക്കില്ലടാ ജയബാല. സത്യനാഥൻ തിരിഞ്ഞെന്ന് നിവിനോട് പറഞ്ഞു, വാടാ മോനെ, നമുക്ക് ഇവിടെ നിന്നും പോവാം. അവർ നിവിനെയും കൂട്ടിച്ച് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. ജയബാലൻ ദേഷ്യത്തോട് മുന്നോട്ട് കയറി വന്നു. ദേ സത്യനാഥ, നീ കളിക്കുന്നത് വലിയൊരു തീക്കളിയാണ്. ഒന്ന് പോടാ അവിടുന്നത്. എൻ്റെ മോളെ ആർക്ക് കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഇത്രയും ദിവസം നീ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിച്ചു. പക്ഷേ ഇനി അതിനൊന്നും ഞാനില്ല. പണ്ട് കുട്ടിക്കാലത്ത് ഒരു വാക്ക് തന്നതിൻ്റെ പേരിലാണ് എൻ്റെ മോളുടെ ജീവിതം വെച്ചിട്ട് ഇത്രയും വലിയൊരു ത്യാഗത്തിന് ഇറങ്ങിപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യവും എനിക്കില്ല. വാ രാജി. സത്യനാഥനും രാജേശ്വരി നിവിനും അവിടെ നിന്നും ഇറങ്ങിപ്പോവാണേ. ഇടിവെട്ടേറ്റതുപോലെ തന്നെ രാഗിണി അവിടെ അങ്ങ് തകർന്നു നിന്നു പോയി. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. ജയപാലിന്റെ അഹങ്കാരവും ചതിയും കാരണം സ്വന്തം ജീവിതം തകർന്നു വീഴുന്നത് നോക്കി നിൽക്കാനേ അവൾക്കപ്പം കഴിഞ്ഞുള്ളൂ. ഇതേ സമയം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട കാവേരിയും കുടുംബം വല്ലാത്ത സമാധാനത്തിലും സന്തോഷത്തിലായിരുന്നു. ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നിരിക്കുന്നു. ജയപാലിന്റെ കയ്യിൽ നിന്നും പണം തിരിച്ചു വാങ്ങാൻ കഴിഞ്ഞതിന്റെ ആ ഒരു ആശ്വാസത്തിലായിരുന്നു അവര്. തൻ്റെ അച്ഛനുണ്ടാക്കിയ കഷ്ടപ്പാടിന് പണം അതിൽ നിന്നും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ പിടിക്കണം എന്ന വാശി കാവേരിക്കുണ്ടായിരുന്നു. വണ്ടിയിലിങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് ശാരദാമ്മ പറഞ്ഞു, എന്നാലും നീ ആ ജയപാലിനെ നല്ല രീതിയിൽ തന്നെ പണി പറ്റിച്ചു കളഞ്ഞല്ലോ കാവേരി. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ മനുഷ്യനെ നീ ശരിക്കും അങ്ങ് തല പറ്റിച്ചു. കാവേരി ചെറുപുഞ്ചിരിയോടുകൂടെ അച്ഛമ്മയെ നോക്കി പറഞ്ഞു. അച്ഛൻ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്? അച്ഛൻ്റെയും എൻ്റെയും ആത്മാവിന് സമാധാനം കിട്ടേണ്ടേ? കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അതൊക്കെ നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് പകരം വീട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ തക്ക നോക്കിയെന്നത്. അന്നേ അവിടെ വെച്ച് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വായ തുറക്കാതിരുന്നത്. അന്നേരം ഗംഗയും ഒപ്പം ചേർന്നു. എന്നാലും നീ ഒരു സൂചന പോലും തന്നില്ലല്ലോടി ഞങ്ങളോട്. എങ്കിലും നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. ശാരദാമ്മ തുടർന്നു. ശാരദ അങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായി എല്ലാം തന്നെ ചാരുലത മേഡം അറിഞ്ഞിരുന്നു. ആ ജയപാലിനെ എല്ലാ രീതിയിലും പൂട്ടണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ചാരുലത മേഡം നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അതുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ഭംഗിയായി തന്നെ നടത്താനും പറ്റിയത്. എന്ന കൂട്ടത്തിൽ യമുനയുടെ മനസ്സിൽ മാത്രം വല്ലാത്ത ടെൻഷൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിവിനേട്ടൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ
നിവിനേട്ടനും രാഗിനിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് നിവിനേട്ടനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ചിന്ത അവളുടെ നെഞ്ചിലിങ്ങനെ തീ കോരിയിട്ടു. ഇതെല്ലാം കണ്ട് വിനീത് ചോദിച്ചു, അല്ല കാവേരി, നമ്മളിപ്പോൾ കൃത്യമായി എങ്ങോട്ടേക്കായി പോകുന്നത്? ശാരദാമ്മ മറുപടി പറഞ്ഞു, നമ്മുടെ താരയില്ലേ, താര അവിടെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുക്കാം. താരക്ക് അവിടെയൊക്കെ നല്ല പരിചയമുള്ളതാ. ഗംഗയുടെ കൂടെ കോളേജിൽ പഠിച്ചതല്ലേ താര. ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പുമുണ്ട്. അവരെല്ലാം പണ്ടേ അങ്ങനെ അവിടുത്തെ ആ ഒരു സെറ്റിൽഡാണ്. അവരുടെ ഫാമിലി എല്ലാം തന്നെ അവിടെ സെറ്റിൽഡാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ആ ഒരു വലിയ ധൈര്യത്തിലാണ് അവരെല്ലാവരും കൂടി യാത്ര തിരിയുന്നത്. നിലമോളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ കുട്ടിയുടെ സർജറിയും മറ്റുമൊക്കെ പെട്ടെന്ന് തന്നെ നടത്താം. തൽക്കാലത്തേക്ക് താമസിക്കാൻ ഒരു വീടും തരപ്പെടുത്താം. ആ ഉറപ്പിലാണ് അവർ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. മണ്ഡപത്തിൽ ഇതേ സമയം എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ രാഗിണിക്ക് ഭ്രാന്തി പിടിച്ചതുപോലെ തോന്നി. അവൾ അവിടെ ഉണ്ടായിരുന്ന വിളക്കും അലങ്കാരങ്ങളും എല്ലാം തന്നെ തകർത്തെറിഞ്ഞു. ഇത് കണ്ടിട്ട് പ്രവീണ നെഞ്ചിങ്ങനെ തകർന്ന് ഓടി വരികയാണ്. മോളെ രാഗിണി, നീ എന്തായി കാണിക്കുന്നത്? ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ മോളെ. പ്രവീണ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. പ്രവീണയുടെ ഉള്ളിലെ സങ്കടം അപ്പോഴും അണ പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ ജയപാലിന് നേരെ തിരിഞ്ഞു കണ്ണീരോടുകൂടെ വിറക്കുന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു, എന്നാലും ജയപാലേട്ടാ, നിങ്ങൾ ഇത്രയും അധികം ദുഷ്ടനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത്തിരി സമയം നിങ്ങളോടൊപ്പമല്ലേ നിന്നത് ഞാൻ. കാവേരി ഇവിടെയൊന്ന് ഓരോന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങൾ എത്ര വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾ ഇത്രയും ക്രൂരനായിരുന്നോ? അരവിന്ദേട്ടൻ എത്ര പാവമായിരുന്നു. ശാരദാമ്മ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് ജയപാലേട്ടനെ കണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചതിക്കാൻ? ആ തോട്ടം ചതിച്ചു വാങ്ങിയതാണല്ലേ? അരവിന്ദൻ്റെ പണം കൊള്ളയടിച്ച് നിങ്ങളിന്ന് സ്വന്തം മുതലാണെന്നും പറയുന്നു. എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ആ പാവ മനുഷ്യനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? പ്രവീണയുടെ വാക്ക് കേട്ട് ജയപാലിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുറത്തു. എന്താണ് നീ പറഞ്ഞത് എന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ അയാൾ അവളെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രവീണയെ അടിക്കാൻ ഉയർത്തിയ കൈ രാഗിണി അങ്ങ് ശക്തമായി പിടിച്ചു മാറ്റി. അവളുടെ കണ്ണിൽ അഗ്നി ജ്വാലിക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പോവരുത് എൻ്റെ അമ്മയെ. അച്ഛനാണെന്ന് നോക്കിക്കൊണ്ടിരിക്കത്തില്ല ഞാൻ. അമ്മ ഇനി ഒരക്ഷരം പറഞ്ഞാൽ പോലും, അമ്മ ഒരു അക്ഷരം പോലും പറയാൻ തോന്നുന്നുണ്ടോ അച്ഛനെ? നിങ്ങളല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത്. നിങ്ങളുടെ ആർത്തി കാരണം നശിച്ചു പോയതാണ് എൻ്റെ ജീവിതം. കുഞ്ഞുനാൾ മുതലേ ഞാൻ ആഗ്രഹിച്ചത് നിവേട്ടനെ എനിക്ക് കിട്ടാതെ പോയതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ ഒരുത്തരാണ്. അച്ഛൻ്റെ ഈ കൊടും ചതിയും അഹങ്കാരം കൊണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. എനിക്ക് വേണ്ടിയായിരുന്നോ അച്ഛ ഈ പണവും സ്വത്തുക്കളെല്ലാം തന്നെ എങ്ങനെ വെട്ടിപ്പിടിച്ചത്? അതിനുവേണ്ടി ഓരോരുത്തരെ കൊലക്ക് കൊടുക്കാൻ അച്ഛൻ എങ്ങനെ തോന്നി? അതുകൊണ്ടല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ അണഞ്ഞു പോയത്. എൻ്റെ ജീവിതം തകർന്നു പോയി അതിന് ഒരേ ഒരു ഉത്തരവാദി എൻ്റെ സ്വന്തം അച്ഛൻ മാത്രമാണ്, വേറെ ആരുമല്ല. തലയിൽ ഇങ്ങനെ കൈവച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ രാഗതി നിലത്ത് വീണു. പ്രവീണ ഓടിച്ചെന്ന് മോളെങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോളെ, നീ ഇങ്ങനെ കരയരുത്. ഇല്ലമ്മേ, ഇനി ഒരു കല്യാണവും എനിക്ക് വേണ്ട. എൻ്റെ ജീവിതം തകർത്ത ഈ മനുഷ്യൻ്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ ഇനി നിൽക്കില്ല. അത്രയും പറഞ്ഞ് രാഗിണി അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. പ്രവീണയും കരഞ്ഞുകൊണ്ട് അവളുടെ പിന്നാലെ ഓടി. അവിടെ വിശാൽ ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നിന്നു. ജയബാലൻ ദേഷ്യം അടക്കാനാവാതെ അവനെ നോക്കി. നീ എന്താണ് ഇങ്ങനെ സ്തംഭിച്ചു പോലെ നിൽക്കുന്നത്? പോകുന്നില്ലേ അവൾക്ക് പിന്നാലെ? അച്ഛ, അത് പിന്നെ എൻ്റെ കൺമുന്നിൽ നിന്നും ആരും ഇങ്ങനെ പെട്ടുപോയേക്കരുത്. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ജയബാലൻ അങ്ങ് അലറി വിളിച്ചു. അയാൾക്ക് തോറ്റു നിന്നിങ്ങനെ പിന്മാറാണെന്ന് മനസ്സിലായിരുന്നില്ല. കാവേരി തന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. താൻ വളർത്തിയെടുത്തിരിക്കുന്ന സാമ്രാജ്യത്തിലേക്ക് കയറി വന്ന് തൻ്റെ മോളുടെ ജീവിതം തകർത്ത ആ കാവേരിയെ വെറുതെ വിടാനൊന്നും ജയബാലന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അവൾ എവിടെ വെച്ചാണെങ്കിലും താൻ അവളെ പൂട്ടിക്കെട്ടുമെന്ന് ജയബാലൻ അങ്ങ് മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. എന്നാൽ ആ ഭീഷണികളെയൊന്നും വകവെക്കാതെ കാവേരി തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ട് കഴിഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിലമോളുടെ സർജറി നടത്തണം. ജയബാലിൻ്റെ കയ്യിൽ നിന്നും അടിച്ചെടുത്ത ആ ഒരു ബാക്കി കാര്യങ്ങളും തോട്ടവുമെല്ലാം പൂർണ്ണമായി തന്നെ തിരിച്ചു പിടിക്കണം. ആ വലിയ ലക്ഷ്യമായി കാവേരിയും കുടുംബം അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന ആ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇനിയുള്ള എപ്പിസോഡുകൾ പുതിയ കഥയും പുതിയ കഥാപാത്രങ്ങളും ആയിരിക്കും. അപ്പോൾ നമുക്കതെല്ലാം കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.